തൃശൂർ രാഗം തിയേറ്റർ ഉടമയ്ക്കും ഡ്രൈവർക്കും വെട്ടേറ്റു. തിയേറ്റർ ഉടമ സുനിലിനും ഡ്രൈവർക്കുമാണ് വെട്ടേറ്റത്. തൃശൂർ മെഡിക്കൽ കോളേജ് റോഡിൽ വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായിരുന്നത്. പരിക്കേറ്റ സുനിലിനെ തൃശൂർ ദയ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലെവിൻ കെ വിജയൻ ഒരിക്കൽ കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ലെവിൻ, ആസൂത്രിതമായിട്ടുള്ള ഒരു ആക്രമണമാണ് എന്നുള്ളതാണ് ആ CCTV കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ആരാണ് അക്രമികൾ, എന്താണ് ആക്രമണത്തിന് കാരണം എന്നീ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ടോ? ബിനിൽ, കരുതിക്കൂട്ടിയുള്ള കൊലപാതക ശ്രമമാണ് നടന്നതെന്ന് ദൃശ്യങ്ങളിലൂടെ തന്നെ വ്യക്തമാണ്. അക്രമികൾ ആരെന്നുള്ള കാര്യത്തിൽ പോലീസ് വിവരം ലഭിച്ചെങ്കിൽ അത് പുറത്തേക്ക് വിടാൻ തയ്യാറായിട്ടില്ല. 3 അംഗ സംഘം വ്യക്തിവൈരാഗ്യത്തെ തുടർന്ന് ആണ് ഇത്തരമൊരു ആക്രമണം നടത്തിയതെന്നും അല്ലെങ്കിൽ കൊട്ടേഷൻ നടത്തി എന്നുള്ള നിലയിൽ 2 തരത്തിലുള്ള അനുമാനങ്ങളാണ് പോലീസിന് ഈ ഘട്ടത്തിൽ ഉള്ളത്. ഏതായാലും അന്വേഷണ ഘട്ടത്തിലാണ് കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനാകില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിട്ടുള്ള കാര്യം. ഇന്നലെ രാത്രി 10:45 ഈ സംഭവം നടക്കുന്നത്. തൃശ്ശൂർ രാഗം തിയേറ്ററിൻ്റെ കരാറെടുത്തുകൊണ്ട് കഴിഞ്ഞ 10 വർഷത്തിലേറെയായി രാഗം തിയേറ്റർ നടത്തിപ്പ് ചെയ്യുന്ന ആളാണ് സുനിൽ. സുനിലും ഡ്രൈവർ അജീഷും ഇന്നലത്തെ ജോലികൾ പൂർത്തീകരിച്ചതിന് ശേഷം സുനിലെ വീട്ടിൽ എത്തിക്കുന്നതിനായി വാഹനത്തിൽ വെളപ്പായിലുള്ള വീട്ടിലേക്ക് എത്തുന്നു. വീടിന് മുന്നിലെത്തുമ്പോൾ ഗേറ്റ് തുറക്കുന്നതിനായി സുനിൽ കൃത്യമായി കാറിൻ്റെ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെ കാത്തിരുന്ന സമയത്ത് അക്രമികൾ ഓടിയെത്തി ആക്രമിക്കുകയായിരുന്നു. പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ വെട്ടാനുള്ള ശ്രമം നടത്തുമ്പോൾ ഇയാൾ രക്ഷപ്പെടുന്നതും മറ്റും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അജീഷ് ഡ്രൈവറിനെയും ഇത്തരത്തിൽ തന്നെയാണ് ആക്രമിക്കുന്നത്. ഏതായാലും ഈ സംഭവത്തിൻ്റെ ഒരു സാഹചര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ പോലീസ് അനുമാനിക്കുന്നത് കൃത്യമായി നിരീക്ഷണം നടത്തിയതിന് ശേഷം ഈ സമയത്ത് ഇയാൾ ഇവിടെ വരും, തിരക്കൊഴിഞ്ഞ സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കരുതിക്കൂട്ടിയുള്ള ഗൂഢാലോചന നടത്തിയുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ് നടന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും പരിക്കേറ്റ ആളുകൾ 2 പേരും തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. CCTV ദൃശ്യങ്ങളടക്കം അടിസ്ഥാനമാക്കി പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ്. വിനിൽ, ശരി, താങ്ക് യു. ലെവിൻ കെ വിജയനാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.